ലീഡ് ചെയ്ത പരിപാടി ആയതുകൊണ്ടാണ് ഞാൻ ഈ പരിപാടിക്ക് പങ്കെടുത്തത് ഇന്ന്. അപ്പോൾ എനിക്ക് തോന്നുന്നു എന്താ അങ്ങനെ പറഞ്ഞതന്നെ ഉണ്ട്, വേറൊന്നുമല്ല, അതിനൊരു കാരണമുണ്ട്. നമ്മളൊക്കെ പതിറ്റാണ്ടുകൾ നീണ്ടുനിന്ന 72 വർഷം നീണ്ടുനിന്ന വയനാട് ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു കിരാത ഭരണം, ഒരു ദുർഭരണം ഒരിക്കലും ഞങ്ങൾ തോൽക്കില്ല എന്ന് കരുതിയെടുത്തുനിന്ന് ആ ധാർഷ്ട്യത്തെ തോൽപ്പിച്ച്, ആ അഹന്തയെ തോൽപ്പിച്ച്, ആ അഹങ്കാരത്തെ തോൽപ്പിച്ച്, ആ സ്വേച്ഛാധിപത്യത്തെ തോൽപ്പിച്ച്, ആ ജനവിരുദ്ധതയെ തോൽപ്പിച്ച്, ആ ജനദ്രോഹികളെ തോൽപ്പിച്ച് ഇന്ന് ഐക്യജനാധിപത്യ മുന്നണിയുടെ പൊൻപതാക ആ പഞ്ചായത്തിന് മീതെ പറക്കുന്നുണ്ടെങ്കിൽ അതിനൊരുപാട് കാരണക്കാരുണ്ട്. അതിലൊരു കാരണക്കാരൻ കൂടിയാണ് പ്രിയപ്പെട്ട നിഷാദ്. കാരണം തെരഞ്ഞെടുപ്പിൽ ഞങ്ങളൊക്കെ അരങ്ങിൽ പോരാടുമ്പോൾ അണിയറയിൽ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും നിഷാദിൻ്റെ ശക്തിയും ബുദ്ധിയും ഉണ്ടായിരുന്നു എന്ന് സ്നേഹത്തോടെ ഓർമ്മിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. അത് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു സുപ്രഭാതത്തിൽ നമ്മൾ വന്ന് പിടിച്ചതല്ല. ഇതിന് പിന്നിലൊരു പോരാട്ടത്തിൻ്റെ ചരിത്രമുണ്ട്. ഒരുപാട് ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്ത സമരങ്ങളുടെ കഥയുണ്ട്. ഇവിടെ പ്രിയപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു, ആശുപത്രിയുടെ സമരം നമ്മൾ ഏറ്റെടുത്തൊരു ജനകീയ വിഷയമാണത്. നിരവധിയായ അഴിമതികൾ പുറത്തു കൊണ്ടുവന്ന സമരങ്ങൾ നമ്മൾ ഏറ്റെടുത്ത ജനകീയ വിഷയങ്ങളായിരുന്നു. സി കേശവന്റെ നാമധേയത്തിൽ ഉള്ള ഒരു ആശുപത്രിയെ നശിപ്പിച്ച വിഷയം, അവരുടെ പുരയിടങ്ങൾ ഏറ്റെടുത്ത് ചണ്ടി ഡിപ്പോ ആക്കിയതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അങ്ങനെ 1000 സമരങ്ങളുടെ പോരാട്ടങ്ങൾ, ആ ജനകീയ വിഷയങ്ങൾ, ഇതൊരു സുപ്രഭാതത്തിൽ വന്നതല്ല. ആ ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഒരു യുദ്ധത്തിന്റെ, ഒരു പോരാട്ടത്തിന്റെ മുന്നണിയിൽ ഞങ്ങൾ നിൽക്കുമ്പോഴെല്ലാം എനിക്ക് തോന്നുന്നു എത്ര വർഷമായില്ലേ, അവസാനത്തെ അല്ലേ നിഷാദ്, ഒരു 3 വർഷത്തെ സമരങ്ങൾ, ആ സമരങ്ങളുടെ എല്ലാ മണിയറയിൽ നിഷാദ് ഉണ്ടായിരുന്നു. എല്ലാ സമരങ്ങളുടെയും ഒരു അണിയറയിൽ അതിൻ്റെ പ്രവർത്തനങ്ങളുമായി അതിനെ ക്രോഡീകരിക്കാൻ ഈ കെട്ടിയ കൊടിയൊക്കെ എനിക്ക് തോന്നുന്ന 1000 തവണ മേലായിട്ട് കെട്ടിയിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ കൊടി തോരണമൊക്കെ എന്നെ പരിചയമുണ്ട്. ഈ കൊടിയൊക്കെ കേട്ടാ ഞാൻ പറഞ്ഞു തന്ന വേറൊന്നുമല്ല, അത്തരത്തിലൊരു പോരാട്ടത്തിന് ഞങ്ങളെ സഹായിച്ച ഒരാൾ ഒരു പരിപാടി നടത്തി ക്ഷണിക്കുമ്പോൾ വരാതിരിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെയാണ് വന്നത്. ഞങ്ങൾക്ക് നൽകിയ സ്വീകരണത്തിന് ഹൃദയപൂർവ്വം നന്ദി പറയുന്നതിനോടൊപ്പം തന്നെ ആ ചെറുപ്പക്കാരനോടുള്ള നന്ദിയും കൂടി ഈ അവസരത്തിൽ ഞാൻ പറയുകയാണ്. ഒന്നോ രണ്ടോ വാക്കുകളിൽ ഞാൻ അവസാനിപ്പിക്കാം. നമ്മുടെ പോരാട്ടം കഴിഞ്ഞോ ഇല്ലയോ? ഒരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കുക. പതിറ്റാണ്ടുകൾ നീണ്ടുനിന്ന കൊല്ലം കോർപ്പറേഷനെ ദുർഭരണത്തിൽ നിന്നും മോചിപ്പിച്ച് AK ഹഫീസ് എന്ന ജനനായകനെ കരുത്തോടെ കൊല്ലത്തിന്റെ നഗരപിതാവാക്കി നമ്മൾ ആ ദുർഭരണത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് UDF ഇന്ന് കൊല്ലം കോർപ്പറേഷൻ ഭരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ ചേർത്ത് വായിക്കാം, സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇന്ന് വരെ UDF ഭരിച്ചിട്ടില്ലാത്ത മയ്യനാട് ഗ്രാമപഞ്ചായത്ത് എന്റെ പ്രിയങ്കരനായ സഹോദരൻ, സഹപ്രവർത്തകൻ, പ്രിയപ്പെട്ട ശ്രീ മുഹമ്മദ് റാഫി പ്രസിഡന്റായി നമ്മളിവിടെ ഭരിക്കുകയാണ്. വരുന്ന നാളുകളിൽ ഈ ജനവിധിയെ ഐക്യജനാധിപത്യ മുന്നണി കാണുന്നത് ആദരവോടെയാണ്. ഈ ജനവിധിയെ ഐക്യജനാധിപത്യ മുന്നണി കാണുന്നത് ബഹുമാനത്തോടെയാണ്. ഈ ജനവിധിയെ ഐക്യജനാധിപത്യ മുന്നണി കാണുന്നത് നമ്രശിരസ്കരായാണ്. ജനങ്ങൾക്ക് മാറ്റം വരുത്താനുള്ള, സാധാരണക്കാരനെ ചേർത്ത് നിർത്താനുള്ള, ഈ നാട്ടിലെ പാവപ്പെട്ടവന്റെ കണ്ണീരൊപ്പാനുള്ള അവസരമായിട്ടാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ ജനവിധിയെ കാണുന്നത്, അല്ലാതെ അധികാര കൈമാറ്റമായല്ല. അപ്പോഴും നമ്മുടെ മുന്നിലുള്ളൊരു ചോദ്യം ഞാൻ നേരത്തെ ചോദിച്ചതാണ്, നമ്മുടെ നിയോഗവും നമ്മുടെ ഉത്തരവാദിത്വവും കഴിഞ്ഞു? പ്രിയപ്പെട്ടവരെ, ഹൃദയത്തിൽ കൈചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്നു, ആ നിയോഗവും ഉത്തരവാദിത്വവും കഴിഞ്ഞിട്ടില്ല. ഇന്നും നമ്മൾ പോരാട്ടത്തിന്റെ ഭൂമിയിലാണ്.
കാരണം കഴിഞ്ഞ 9.25 വർഷക്കാലമായി കേരളം ഭരിക്കുന്ന ഒരു ഗവൺമെന്റ് പിണറായി വിജയനെ കൂടെ പറഞ്ഞു വിട്ടിട്ട് നമുക്ക് വിശ്രമമുള്ളൂ എന്ന് പ്രതിജ്ഞ എടുക്കാനുള്ള യോഗം കൂടിയാണ് ഇന്നിവിടെ നടക്കുന്നത്. നമ്മളൊക്കെ പ്രസംഗിക്കുമ്പോ പറയും ശിഹാബുക ജനദ്രോഹം ജനദ്രോഹം എന്ന് പറയും. പിണറായി വിജയൻ ജനത്തെ മാത്രമാണോ ദ്രോഹിച്ചത്? ദൈവത്തെ പോലും ദ്രോഹിച്ചൊരു ഗവൺമെന്റ് ഇന്ന് കേരളം ഭരിക്കുന്നു. ചുരുക്കി പറഞ്ഞ അയ്യപ്പന്റെ സ്വർണ്ണപ്പാളി തൊട്ട് ഒരു കുറ്റകൃത്യത്തിന് ശിക്ഷിക്കപ്പെട്ടവന്റെ നിക്കർ വരെ അടിച്ചുകൊണ്ടുപോയി. ആലോചിച്ച് നോക്കിയേ. നമ്മൾ ഇന്നിവിടെ നിൽക്കുമ്പോ മെനഞ്ഞാന്ന് കേരളത്തിന്റെ നിയമസഭയിൽ പിണറായി വിജയന്റെ വലത് സൈഡിൽ ഇരിക്കുന്ന ഇടതുപക്ഷത്തിന്റെ MLA കോടതി ശിക്ഷിച്ചു 3 വർഷത്തെ തടവ്. എന്തിനാ കോടതി ശിക്ഷിച്ചത്? നിക്കർ മോഷണം. ചേട്ടാ, ഇത് ഈ ലോകത്ത് ഇങ്ങനെ ഒരു ഗവൺമെന്റ് ഉണ്ടോ? ആലോചിച്ച് നോക്കേ. ഭഗവാന്റെ സ്വർണ്ണപ്പാളി തൊട്ട് ജനങ്ങളുടെ നിക്കർ വരെ അടിച്ചോണ്ട് പോയ ഒരു ഗവൺമെന്റ് ഇന്ന് കേരളം ഭരിക്കുക. പറഞ്ഞു വിട്ട അറബിക്കടലിൽ ഒഴുക്കി കേരളത്തെ തിരിച്ചു കൊണ്ടുവരാനുള്ള ബാധ്യത എനിക്കും നിങ്ങൾക്കും ഇല്ലേ? ഈ നാടിനില്ലേ? അതിനുള്ള പോരാട്ടത്തിന്റെ മുന്നണി പോരാളികളാണ് ഈ ഇരിക്കുന്ന ഞാനും നിങ്ങളും അടക്കം. സമസ്ത മേഖലകളിലും പരാജയപ്പെട്ട ഒരു ഗവൺമെന്റ്, എല്ലാവരെയും ദ്രോഹിച്ച ഒരു ഗവൺമെന്റ്. കേരളം ആദ്യമായി കാണുന്ന മുഖ്യമന്ത്രിയാണോ പിണറായി വിജയൻ? മുഖ്യമന്ത്രിയാണോ? അങ്ങേലംകുളം മനക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാട് മുതൽ കണ്ണൂരിൽ കണ്ണോത്ത് വീട്ടിൽ കെ കരുണാകരനിൽ തൊട്ട് പുതുപ്പള്ളിക്കാരൻ ഉമ്മൻചാണ്ടി വരെ കേരളം ഭരിച്ചില്ലേ? കേരളം ഭരിച്ചില്ലേ? കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് മുഖ്യമന്ത്രിയും മകനും മകളും അഴിമതി കേസിൽ പ്രതിയാകുന്നത്. ഒരു നാട് ഭരിച്ച മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രിയുടെ മകൾ, ആ മുഖ്യമന്ത്രിയുടെ മകൻ അടക്കം അഴിമതി കേസിൽ പ്രതിയാകുന്ന കാഴ്ച EMS മുതൽ ഉമ്മൻചാണ്ടി വരെ ഭരിച്ച കേരളത്തിൽ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഞാനും നിങ്ങളും കേട്ടിട്ടുണ്ടോ? കേരളത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ കാണാനും കേൾക്കാനും കഴിയുമോ? അച്ഛൻ അഴിമതി കേസ്, മോൻ അഴിമതി കേസ്, മോൾ അഴിമതി കേസ്. ജയിലിൽ പോവാതിരിക്കാൻ BJPയുമായി പണ്ട് രഹസ്യമായിരുന്നു, ഇപ്പൊ പരസ്യമായ സെറ്റിൽമെന്റ്. പണ്ട് രഹസ്യ സെറ്റിൽമെന്റ് ആയിരുന്നു, ഇപ്പൊ പരസ്യമായ സെറ്റിൽമെന്റ്. നരേന്ദ്രമോദി കൊണ്ടുവരുന്ന പേപ്പറുകളിൽ എഗ്രിമെന്റുകളിൽ ഒപ്പിടാൻ ഉഴപ്പില്ല ഇന്ന് പിണറായി വിജയൻ. ഇന്ന് ഉഴപ്പില്ല. ഈ കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്തെ അടക്കം RSSകാരന്റെ കാൽ കീഴിൽ വെച്ച നരേന്ദ്രമോദിയുടെ നയങ്ങളിൽ പിണറായി വിജയൻ ഒപ്പിട്ടത് ആ മന്ത്രിസഭ പോലും അറിഞ്ഞില്ല. മന്ത്രിസഭ അറിഞ്ഞില്ല, അയാൾ MLAമാർ അറിഞ്ഞില്ല, നിയമസഭ അറിഞ്ഞില്ല. ഏറ്റവും ഒടുവിൽ കള്ളം പൂച്ച് പുറത്തായപ്പോ മുഖം രക്ഷിക്കാനുള്ള നടപടികൾ വേറെ. എത്രമേൽ അഗാധമാണ് കേരളത്തിൽ CPM-ഉം RSSും തമ്മിലുള്ള അവിഹിതമായ ബന്ധം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ ആവർത്തിച്ചു പറയുന്നു, ഈ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിന്റെ മണ്ണിൽ സത്യവും അസത്യവും തമ്മിലുള്ള പോരാട്ടമാണ്. കേരളത്തിന്റെ മണ്ണിൽ ധർമ്മവും അധർമ്മവും തമ്മിലുള്ള പോരാട്ടമാണ്. കേരളത്തിന്റെ മണ്ണിൽ നീതിയും അനീതിയും തമ്മിലുള്ള പോരാട്ടമാണ്. ജനാധിപത്യവും പണാധിപത്യവും തമ്മിലുള്ള പോരാട്ടമാണ്. മതേതരത്വവും വർഗീയതയും തമ്മിലുള്ള പോരാട്ടമാണ്. ആ പോരാട്ടത്തിൽ സത്യത്തിന്റെയും നീതിയുടെയും ധർമ്മത്തിന്റെയും പതാക പിടിച്ചുകൊണ്ടാണ് ഐക്യ ജനാധിപത്യ മുന്നണി മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ പോരാട്ടം ഈ ജനവിരുദ്ധ സർക്കാരുകളെ അറബിക്കടലിലേക്ക് വലിച്ചെറിയുന്നത് വരെ ഈ പോരാട്ടം തുടരണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾ നൽകിയ സ്നേഹോഷ്മളമായ സ്വീകരണത്തിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് അടിവരയിടുന്നു.